ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, മനോഹരമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നുവെന്ന്. ഇന്ന് സുവിശേഷത്തിൽ യേശുനാഥൻ സുന്ദരമായിട്ടുള്ള ഒരു ഉപമ പറയുന്നുണ്ട്. ഉപമ ഇപ്രകാരമാണ്: ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ആദ്യത്തെ പുത്രനോട് പറഞ്ഞു, നീ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെന്ന് ജോലി ചെയ്യുവാനായിട്ട്. അവൻ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അനുദപിച്ചുകൊണ്ട് അവൻ ജോലി ചെയ്യാനായിട്ട് പോകുന്നു. എന്നാൽ രണ്ടാമത്തെ പുത്രനോട് പറഞ്ഞു, നീ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുക, ജോലി ചെയ്യുക എന്നുള്ള ആജ്ഞ പിതാവിൽ നിന്ന് സ്വീകരിക്കുന്നു. പോകാമെന്ന് പറയുന്നു, പക്ഷെ പിന്നീട് അവൻ പോകുന്നില്ല. ഇവരിൽ ആരാണ് പിതാവിനെ അനുസരിച്ചവൻ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയവനെന്ന് ഫരിസയരോട് യേശുനാഥൻ ചോദിക്കുന്നുണ്ട്. ഇതിനുത്തരമായിട്ട് അവർ പറഞ്ഞത് ആദ്യത്തെ പുത്രൻ എന്നാണ്. യേശു തുടർന്ന് പറയുകയാണ്, ചുങ്കക്കാരും വേശ്യകളും നിങ്ങളെക്കാൾ മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന്. വിശുദ്ധ അഗസ്തിനോസ് 2 തരത്തിലുള്ള വില്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇഷ്ടത്തെക്കുറിച്ച്, ഇച്ഛയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇച്ഛയും മനുഷ്യരുടെ ഇച്ഛയും. ഇതിൽ നാം ശ്രമിക്കേണ്ടത് എപ്പോഴും നമ്മുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും ഒരുപോലെ ആക്കിയെടുക്കുവാനായിട്ടാണ്. 2 കണ്ടാലും ഒരുപോലെ ഇരിക്കണം. എന്നാൽ നാം പലപ്പോഴും ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നമ്മുടെ ഇഷ്ടത്തിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്ന, വളച്ചു വയ്ക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമുക്ക് പറ്റാറുണ്ട്. കാറ്റലോണിയൻ ഭാഷയിൽ ഒരു കുട്ടിയോട് ആരെങ്കിലും പറയുകയാണ് ഞാൻ നിന്നെ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അവനെ അനുസരിക്കുന്നു എന്നാണ്. ഒരു വിശ്വാസിയെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത് അവൻ എന്തുമാത്രം ദൈവപ്രമാണങ്ങൾ അനുസരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഉബായ് ധീരെ എന്ന ലത്തീൻ ഭാഷയിൽ നിന്നാണ് ഒബീഡിയൻസ്, അനുസരണമെന്ന വാക്ക് വരുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഗ്രേറ്റ് ലിസണിങ് വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ, ഉയർന്ന ശ്രദ്ധയോടുകൂടെ ഒരുവനെ കേൾക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. നാം അടഞ്ഞ ചെവിയുമായിട്ട് നാം സ്നേഹത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ പോയാൽ ഒരിക്കലും സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ സ്നേഹസ്വരം കേൾക്കേണ്ടത് തുറവിയുള്ള ചെവിയോട് കൂടെയാണ്. അതിനാൽ എപ്പോഴും ഈ ഐഡൻറ്റിക്കൽ ട്വിൻസ് പോലെയാണ് ഫെയ്ത്തും നമ്മുടെ വിശ്വാസവും നമ്മുടെ അനുസരണവും. ഒന്നിനെ മറ്റൊന്നിൽ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കാം. അതിനാൽ തുറന്ന ചെവിയോടുകൂടെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് നമുക്ക് അത് അനുസരിക്കുന്നവരായിട്ട് മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.